മലൈക്കോട്ടെ വാലിബൻ ഡയറക്റ്റഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ലിജോ തന്നെയാണ്. തിരക്കഥാ സംഭാഷണം PS റഫീഖ്, റൈറ്റർ PS റഫീഖാണ് ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് എഴുതിയിരിക്കുന്നത്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക്. ലിജോയുടെ ഒരുവിധം എല്ലാ സിനിമകളിലും പ്രശാന്ത് പിള്ളൈ തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, മധു നീലകണ്ഠൻ്റെ ഫ്രെയിംസും അതിഗംഭീരമായിരുന്നു. എല്ലാ ഫ്രെയിമും നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി തോന്നും. ഈ പടം ഒരു ലാലേട്ടൻ്റെ മാസ് മൂവി എന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമാധാനം അല്ലെങ്കിൽ ആശ്വാസം കിട്ടും. ലാലേട്ടൻ്റെ ഒരു മാസ് പടം കാണാനായിട്ടാണ് നിങ്ങൾ തിയേറ്ററിൽ പോകുന്നതെങ്കിൽ ഒരുപാട് നിരാശപ്പെടേണ്ടി വരും എന്ന് മാത്രമല്ല, നമുക്ക് നല്ലോണം ദേഷ്യം വരും. ഏകദേശം 2 മണിക്കൂർ 35 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഇത് കണ്ടിരിക്കുക എന്ന് വെച്ചാൽ കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടെറൈൻ ആയി കഴിഞ്ഞാലും, സിനിമയുടെ ഫ്രെയിംസ് ആയി കഴിഞ്ഞാലും, ഇതിൻ്റെ മ്യൂസിക് ആയി കഴിഞ്ഞാലും, ഫോട്ടോഗ്രാഫി ആയി കഴിഞ്ഞാലും ഇതൊക്കെ അതിഗംഭീരമാണ്. ആർട്ട് വർക്കുകളൊക്കെ ഏറ്റവും ബെസ്റ്റ് ലെവലിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഡ്രാമ ലെവലിലാണ്. അതായത് ഈ കോൺവെർസേഷൻ, സംഭാഷണങ്ങളൊക്കെ വളരെ ഡ്രാമാറ്റിക് ആണ്. എന്ന് മാത്രമല്ല, സിനിമയുടെ പല ഭാഗങ്ങളും നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂൾ ഡ്രാമകളൊക്കെ കാണൂലേ, ഏകദേശം അതേപോലൊരു ഫീലാണ് ഈ സിനിമ. അതായത് ശരിക്കും ഒരു ഡ്രാമ കാണുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. ഇങ്ങനെ കയ്യും കെട്ടി തിയേറ്ററിലിരുന്ന് ഒരു സ്കൂൾ നാടകം കാണുന്ന ഫീലായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ. അതുപോലെ തന്നെ സിനിമയിലെ ആദ്യത്തെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒരു നോർമലായിട്ടുള്ളൊരു ഇൻട്രോയാണ്. ഇതിൻ്റെ ലാലേട്ടൻ്റെ ഇൻട്രോ വരുന്ന സമയത്ത് തിയേറ്റർ കുലുങ്ങുന്നൊക്കെ ഇൻ്റർവ്യൂവിൽ പല ആൾക്കാരും പറയുന്നത് കണ്ടു. ഈ തിയേറ്റർ ആയിരിക്കില്ല, വേറെ പലതുമാണ് കുലുങ്ങുന്നത്. അതായത് ഇത്രയധികം നമ്മളങ്ങനെ ഹൈപ്പ് കൊടുത്ത് ബൂസ്റ്റ് ചെയ്ത് ഒരു സാധനം തിയേറ്ററിലെത്തിക്കുന്ന സമയത്ത് അതിനോട് കുറച്ച് ശതമാനമെങ്കിലും ഒരു നീതി പുലർത്തേണ്ടതുണ്ട്. അല്ലാതെ ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. തിയേറ്റർ കുലുങ്ങുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. അകിര കുറസോവയുടെ യോജിംബോ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്ന ഒരു വാർത്ത ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ ഞാൻ കേട്ടിരുന്നു. പക്ഷേ യോജിംബോയും വാലിബനും തമ്മിൽ വലിയൊരു ബന്ധമൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. യോജിംബോയിലെ സാമുറായിയുടെ കഥാപാത്രമാണെങ്കിൽ മലൈക്കോട്ടെ വാലിബനിലെ ഒരു ഫൈറ്ററാണ്. ഈ 2 ക്യാരക്ടേഴ്സിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. സിറ്റുവേഷനൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്ന് മാത്രമല്ല, യോജിംബോ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്. ആ സിനിമയെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ഓഡിയൻ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നിയില്ല. അതിന് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, രാജസ്ഥാനിലെ മരുഭൂമിയിലാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിരുന്നു, സിനിമയുടെ കാലഘട്ടം അതുപോലെ തന്നെ ടെറൈനൊന്നും അങ്ങനെ വ്യക്തമാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യം അവർ നേരത്തെ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെയാണ്, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ ഫ്രെയിമുകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഇൻട്രോയാണ്. തിയേറ്റർ കുലുങ്ങുന്നൊക്കെ പറഞ്ഞു, പക്ഷേ തിയേറ്ററൊന്നും കുലുങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഇയാളുടെ ഒപ്പോണൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹരിപ്രശാന്താണ്, ആട് 2-ത്തെ വില്ലനാണ്. അയാളും വാലിബനും തമ്മിലുള്ള ഫൈറ്റ് ഒരു നോർമൽ ഫൈറ്റ് ആയിരുന്നു, വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇയാൾ അടുത്ത ഒരു ഫൈറ്ററിനെ കണ്ടുപിടിക്കും. അത് ചമതകൻ എന്ന പേരുള്ള ഒരു ആളിൻ്റെ അല്ലെങ്കിൽ അയാളുടെ കളരിയിലുള്ള ഒരു ഫൈറ്ററുമായിട്ടാണ് രണ്ടാമത്തെ ഫൈറ്റ്. അതൊക്കെ അത്യാവശ്യം നല്ല ബോറായിരുന്നു. അതായത് ആ സെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഫൈറ്റൊക്കെ വളരെ ബോറായിരുന്നു, തീരെ കൺവിൻസിങ് ആയിട്ടുള്ള ഫൈറ്റ് അല്ല. അതായത് ഈ കയറ് കെട്ടി വലിക്കുക, അതുപോലെ തന്നെ ഈ നമ്മൾ നോർമൽ ഈ പഴയ ഒരു 2000 മുതൽ 2010 വരെയുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥിരം ഫൈറ്റ് പാറ്റേൺ ഇല്ലേ, കയറ് കെട്ടി തൂക്കുക, ഇതേ സാധനം തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു പീരീഡ് ഡ്രാമ അല്ലെങ്കിൽ ഫിക്ഷണൽ മൂവി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എത്രയോ പടങ്ങൾ കാണുന്നുണ്ട്, ഹോളിവുഡിലും കൊറിയയിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കണ്ടിരിക്കുക വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിത് വളരെ കോമിക്കായിട്ട് ഫീൽ ചെയ്യും. ഈ ഫൈറ്റൊന്നും തീരെ കൺവിൻസിങ് ആയിരുന്നില്ല, പ്രത്യേകിച്ച് ആ കളരിയിലത്തെ ഫൈറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ ചുവന്ന പട്ടുസാരി എടുത്ത അമ്മച്ചി വന്നിട്ട് പറയില്ലേ, കുത്തി നടക്കാൻ മോൻ്റെ നട്ടലൊരു തരം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വളരെ കോമഡി ആയിരുന്നു തിയേറ്ററിൽ കാണുന്ന സമയത്ത്. ഞാൻ തീരെ എൻജോയ് ചെയ്തില്ല. പിന്നെ അവിടെ നിന്ന് ചമതകൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ചമതകൻ സിനിമയുടെ അവസാനം വരെ നിൽക്കുന്നുണ്ട്. ചമതകൻ ആക്ച്വലി ഒരു സൈക്കോ ആയിട്ടുള്ളൊരു വില്ലനാണ്. അയാളുടെ കാര്യങ്ങൾ കുറച്ചധികം പറയാനുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്പണൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷുകാരനോ സ്പാനിഷുകാരനോ അറിയില്ല, ഓക്കെ സ്പാനിഷോ പോർച്ചുഗീസോ എന്നറിയില്ല, ഒരു വിദേശിയായിട്ടൊരു ഓപ്പണൻ്റാണ്. അയാളുടെ കോട്ട എന്ന് പറയുന്നത് മെക്കാളെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്
പിന്നീട് വാലിബൻ പോകുന്നത്. അതായത് ഇയാൾ ഓരോ നാട്ടിലേക്ക് പോയി അവിടെയുള്ള ഒരു എന്താണ് മല്ലന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ഈ ഗുസ്തി നടത്തി അതിൽ നിന്ന് വിജയിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഈ സിനിമയുടെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നിട്ട് ഇയാൾ ഈ മെക്കാളെ മഹാരാജാവിൻ്റെ അടുത്ത് പോകും. മെക്കാളയുടെ ഭാര്യയും ഇവർ രണ്ടുപേരും ഫൈറ്റേഴ്സാണ്. അവർ തമ്മിലുള്ള ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ തന്നെ ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമയിൽ കണ്ട ടൈപ്പ് ഒരു തരം ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേ രീതിയിൽ തന്നെയാണ് ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു ഭാഗം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആർട്ട് വർക്ക്, സെറ്റ് വർക്ക് ഇതൊക്കെ അതിഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മെക്കാളെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തുന്ന സമയത്ത് നമ്മുടെ ബാലൻചേട്ടൻ ഉണ്ടാവും. അവിടെ ബാലൻചേട്ടൻ ഇതുപോലെ ഒരു ചാക്കിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. കൊല ഒഴിപ്പിക്കാൻ വെച്ചതുപോലെ ചാക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകും. ഇയാളിങ്ങനെ ജയിലിൻ്റെ ഉള്ളിൽ കിടന്ന് ഓരോന്നൊക്കെ വിളിച്ചു പറയും. അവസാനം അവിടെ നമ്മൾ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ രാജീവ് പിള്ളയില്ലേ, CCL ക്രിക്കറ്റ് വരുന്ന സമയത്ത് മാത്രം നമ്മൾ കാണാറില്ല നല്ല മാസിലൊക്കെയുള്ള രാജീവ് പിള്ളയും ആ ഭാഗത്തുണ്ട്. രാജീവ് പിള്ള ഊമയായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കൂടുതൽ ഡയലോഗൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ മാത്രം പറയുന്നുണ്ട്. ഒരു സിനിമയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മോട് പറയില്ല ഉമ്മെന്ന് അതുപോലത്തെ ഒരു ഡയലോഗ്, അതുപോലത്തെ എക്സ്പ്രഷൻ ആയിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് ഇയാൾ പറയുന്നുണ്ട് വാലിബ നീ പെട്ടു എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതോടുകൂടിയിട്ട് പിള്ളയുടെ കഥയും രാജീവ് പിള്ളയുടെ കഥയും കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലൻചേട്ടൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാലൻചേട്ടനെ നേരെ കമ്മട്ടിപ്പാടത്തിൽ നിന്ന് നേരെ എടുത്ത് മലൈക്കോട്ടെ വാലിബനിലേക്ക് വെച്ചതുപോലെ തന്നെ ഉണ്ട്. വാടാ ഇത് തന്നെയാണ് ഈ മറ്റേ നമ്മുടെ ബാലൻചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈയടിക്കടാ എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ആ റോൾ കംപ്ലീറ്റ് ആയതിനെ. അത്യാവശ്യം നല്ല ബോറായിരുന്നു. പക്ഷേ കൊട്ടാരത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും അതിഗംഭീരമായിരുന്നു. മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ പുതിയ ഒരു വെപ്പൺ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെ നിറച്ച് ഈ പീരങ്കിയൊക്കെ അടിക്കാൻ പറ്റുന്ന പോലത്തെ. അതായത് നമ്മൾ ഈ വിക്രത്തിലും കൈദിയിലൊക്കെ കണ്ടില്ലേ കൊതുകിന് മരുന്നടിക്കുന്ന സാധനം, അതിൻ്റെ വേറൊരു വേർഷൻ, പഴയ ഒരു വേർഷൻ ഈ സിനിമയിലും കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ പീരങ്കിയാണ്, അത് കാണാൻ നല്ല രസമായിരുന്നു. കൊട്ടാരത്തിലെ ഫൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല രസമുണ്ട്. പക്ഷേ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു സ്റ്റോറിയിലായി പോയി. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ചിരി വരും ഇത് കാണുന്ന സമയത്ത്. ഇതെന്താണ് നടക്കുന്നതെന്ന് ഒരു നാടകം കാണുന്ന ഒരു ഫീലാണ് ഈ സിനിമ. പക്ഷേ സെറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് വർക്കുകളൊക്കെ അതിഗംഭീരമാണ്. പക്ഷെ ഇത് ചെയ്തു വെച്ചത് ഇങ്ങനെയായിപ്പോയി. പിന്നെ കൊട്ടാരത്തിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് എന്താണ് ഇതെവിടെ തീരുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ലാലേട്ടനും ഹരീഷ് പെരടിയും തമ്മിലൊരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അവിടെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ലാലേട്ടൻ്റെ ടീം എന്ന് വെച്ചാൽ ഈ ഹരീഷ് പെരടിയും പിന്നെ ഒരു ചിന്നനോ അങ്ങനെ ഒരു ചെക്കായുണ്ട്. അതുപോലെ ലാലേട്ടൻ, ഹരീഷ് പെരടി, ലാലേട്ടൻ, പിന്നെ ഈ ചിന്നൻ, ഇവർ മൂന്നാളാണ് ഒരു ടീം. ഇവർ ഒരുമിച്ചാണ് കാളവണ്ടിയിലൊക്കെ പോകുന്നത്. ഈ ആശാൻ എന്നാണ് ഹരീഷ് പെരടിയുടെ ക്യാരക്ടറിനെ വിളിക്കുന്നത്. ഈ ആശാനാണ് ലാലേട്ടനൊക്കെ എടുത്ത് വളർത്തിയത്. അങ്ങനെയാണ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഈ ചിന്നൻ പയ്യൻ എന്ന് പറയുന്ന ചെക്കൻ റബ്ബർ പാൽ കുടിച്ചതുപോലെയാണ് ബിഹേവ് ചെയ്യുക. അതായത് ഇവനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ചങ്ങായുടെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി വരുന്നുണ്ട്. അത് നല്ല ബോറായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തെരുവ് നാടകമെല്ലാം കാണൂലേ, അതുപോലത്തെ ഒരു ഫീലായിരുന്നു. ഒരു രസമില്ലാത്തൊരു സാധനം. അതുപോലെ തന്നെ അവരുടെ ഒരു പാട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ട് മാത്രം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അത് വിഷ്വല് കാണാൻ രസമുണ്ട്. പക്ഷേ ഈ പാട്ടും വിഷ്വലും തമ്മിൽ സിങ്ക് ആവാത്ത പോലെ, അല്ലെങ്കിൽ തീരെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു ഫാക്ടർ അതിനകത്തുണ്ട് കേട്ടോ. അത് വിഷ്വലായി നോക്കിക്കഴിഞ്ഞാൽ രസമുണ്ട്, പക്ഷേ പാട്ട് മാത്രമായി കേൾക്കാൻ രസമുണ്ട്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടേക്ക് മിക്സ് ആവുന്നില്ല ഈ പരിപാടി. ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ ഒരു ഡാൻസ് കാരി വരുന്നത് രംഗറാണിയും വാലിബനും തമ്മിലൊരു കോൺവെർസേഷൻ വരുന്നുണ്ട്. എൻ്റെ അമ്മോ, അത് സഹിച്ച് നിൽക്കാന്ന് വെച്ചാൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഇവർ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള കോൺവെർസേഷനാണ്. നിങ്ങൾ മറ്റേ അകത്താര പുറത്താര എന്നൊക്കെ കേട്ടില്ലേ അന്ന് സിനിമയുടെ ഫസ്റ്റ് ടീസർ വരുന്ന സമയത്ത്? ആ കോൺവെർസേഷൻ ഒരു എക്സ്റ്റൻഷനൊക്കെ വരുന്നുണ്ട്. ഒരു കുറച്ച് നീണ്ടു നിൽക്കുന്ന കോൺവെർസേഷനാണ്. അതൊക്കെ വളരെ ബോറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഈ നമ്മുടെ ഹരീഷ് പെരടിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോറായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരീഷ് പെരടിയുടെ ആശാൻ. അതായത് ഒരു സ്ഥലത്ത് ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ആശാനും വാലിബനും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതായത് സീൻ എന്ന് വെച്ചാൽ ആശാൻ ഇവിടെ, വാലിബൻ ഇവിടെ. നമ്മളിങ്ങനെ കണ്ടു നിൽക്കണം. ഈ സീൻ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടു നിൽക്കണം. അതിൽ ഈ ആശാൻ ഇങ്ങനെ ഇയാളുടെ ഓരോ വിഷമങ്ങളൊക്കെ പറയും. അതായത് വാലിബൻ ഇങ്ങനെ വീണ് കിട്ടിയതാണ്, തിരിയിൽ നിന്ന് വീണ് കിട്ടി, നിന്നെ അവിടെ നിന്ന് എടുത്ത് വളർത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് വാലിബൻ പറയുന്നുണ്ട് ദോശ വന്നില്ലെങ്കിലും ആശാൻ അങ്ങനെ ഒന്നും പറയരുതെന്നൊക്കെ. ആ ഒരു ഫീലാണ് എനിക്കുണ്ടായത്.
കോൺവെർസേഷനൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക്, അതായത് നമുക്ക് കൗണ്ടർ അടിക്കാൻ വേണ്ടി തോന്നും തിയേറ്ററിൽ ഇരുന്നിട്ട്. അങ്ങനത്തെ ഒരു ഫീലാണ്. തീരെ എൻജോയ് ചെയ്തില്ല. അത് മാത്രമല്ല, ചിരി വരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇതെവിടെയെങ്കിലും പോയി അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതായത് ഇപ്പം തീരും നമ്മൾ വിചാരിക്കുന്നുണ്ട്, ഒന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇറങ്ങി പോകാമായിരുന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ തീരുന്നില്ല. അവസാനം ഒരു വേല എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സ് കൊണ്ടൊന്ന് എത്തും. അതായത് നമ്മൾ മറ്റേ ഈമയോ സിനിമയിലൊക്കെ കണ്ടില്ലേ, കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു കുരിശും പിടിച്ച് ഇങ്ങനെ നടന്നു പോകില്ലേ, അതേപോലത്തെ സാധനം. കുറേ ഈ കാളകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നൊരു സെയിം ഷോട്ട് തന്നെയാണ് ഈ സിനിമയിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് വേലയാണ് പിന്നെ നടക്കാൻ വേണ്ടി പോകുന്നത്. വേല എന്ന് വെച്ചാൽ ഫുള്ള് മഞ്ഞപ്പൊടി കൊണ്ടുള്ള ഒരു ആഘോഷമാണ്. മൊത്തം മഞ്ഞപ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയെറിയുക. ഇതിലൊക്കെ ഒരുപാട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വലിയ ക്രൗഡുള്ള സിനിമയാണ്. പക്ഷേ എന്ത് കാര്യം, ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ? എന്നിട്ട് അവിടെ വെച്ച് സിനിമയുടെ ക്ലൈമാക്സ് സംഭവിക്കുന്നതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവിടെ വെച്ചും ക്ലൈമാക്സ് ഒന്നും നടന്നില്ല. അത് കണ്ടുകൊണ്ടിരിക്കുക വെച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ രംഗറാണിയുടെയും വാലിബൻ്റെയും തമ്മിലുള്ള കോൺവെർസേഷൻ. രംഗറാണിക്ക് ഒരു അസിസ്റ്റൻ്റ് കൂടി ഉണ്ട്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ കണ്ടിരിക്കുക വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ വീണ്ടും നമ്മുടെ ചമതകം വരും. അപ്പോൾ ചമതകനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ ചമതകൻ നമ്മുടെ മെക്കാളെ ഫോർട്ടിൽ നിന്ന്, മെക്കാളയുടെ കൊട്ടാരത്തിലൊരു യുദ്ധം നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറേ ബ്രിട്ടീഷുകാരല്ല വിദേശികളായിട്ടുള്ള യുദ്ധം നടക്കുമെന്ന് പറഞ്ഞില്ലേ, അവിടെയും ചമതകം വരുന്നുണ്ട്. ഇവനൊരു പ്രാന്ത് പിടിച്ച ഒരു സാധനമാണ്. എന്നിട്ട് ഇവൻ കത്തിയെടുത്ത് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്യും. അവസാനം വാലിബൻ്റെ ടീമും ഈ വിദേശിയുടെ ടീമും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ചമതകൻ ഒരു പെണ്ണിൻ്റെ കൈയും പിടിച്ച് ഓടിപ്പോകുന്നൊക്കെ കാണാം. എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ അവൻ്റെ ഒരു ചിരിയും, അവൻ്റെ ചിരി കാണാൻ വിചാരിക്കുന്ന നമുക്കൊരു ചിരി വരും. ആ ഒരു മാതിരിയായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അയാളെ കാണുമ്പോഴെല്ലാം ചിരി വരും. ചുരുക്കി പറഞ്ഞാൽ അടുത്തൊരു 1.5 വർഷം ട്രോളന്മാർക്ക് ആഘോഷിക്കാനുള്ള എല്ലാം ഈ സിനിമയിലുണ്ട്. ഇതിനി എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങളത് കണ്ടു നോക്കുക. കണ്ടതെല്ലാം പോയി. ഇനി കാണാൻ പോകുന്നത് നിജം എന്നല്ലേ. ഇനി വരാൻ വേണ്ടി പോകുന്ന എമ്പുരാനും അതുപോലെ തന്നെ റംബാനും ഒക്കെ നിജമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ 2ാം ഭാഗം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, 2ാം ഭാഗമൊന്നും വേണ്ട. 2ാം ഭാഗം കൂടി കാണാനുള്ള ശേഷി എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അറിയില്ല, എനിക്ക് ഇതിൻ്റെ 2ാം ഭാഗം കാണാൻ വലിയ താല്പര്യമില്ല. അതുമാത്രമല്ല, മറ്റേ കൊട്ടാരത്തിൽ വെച്ച് ഒരു പാട്ട്, അതായത് നമ്മുടെ കത്രീന കൈഫിൻ്റെ ഒരു പാട്ടില്ല, അഫ്ഗാൻ ജലേബി, അതുപോലത്തെ ഒരു പാട്ട് കൊട്ടാരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ട് അത്യാവശ്യം വലിയ ആശ്വാസമായിരുന്നു കേട്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ സിനിമ തീരുന്ന സമയത്ത് ലാലേട്ടൻ തന്നെ പാടിയ ഒരു ടൈറ്റിൽ ട്രാക്ക് വരുന്നുണ്ട്. ലാലേട്ടൻ അല്ലാതെ പാടിയൊരു സിനിമ ഈ സിനിമയിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറേ ഈ അഘോരികളെ പോലത്തെ ആൾക്കാരൊക്കെ ഇരുന്ന് പാടുന്ന ഒരു സാധനമില്ലേ, ലാലേട്ടൻ പാടിയ പാട്ട്. അതല്ലാതെ ഒരു ടൈറ്റിൽ ട്രാക്ക് കൂടി സിനിമയിലുണ്ട്. അത് കുറച്ച് നന്നായിരുന്നു. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടായി പോയാൽ. അതായത് സിനിമയൊക്കെ തീർന്ന് അവസാന ടൈറ്റിൽ ട്രാക്കിൽ പ്രശാന്ത് പിള്ളയുടെ ഒരു കിടിലൻ ട്രാക്ക്, ലാലേട്ടൻ തന്നെയാണ് അത് പാടിയിട്ടുള്ളത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു സിനിമ തീർന്ന സമയത്ത്. അപ്പോൾ ഇത്രയാണ് മലൈക്കോട്ടെ വാലിബൻ. ഇതിന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കൂടി എൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ ലാലേട്ടൻ ഈ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ കാണാൻ പോകുന്നത് നിജം, എമ്പുരാനൊക്കെ ഒരു നിജമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങളോട് കൂട്ടുകൂടാൻ പുതിയ ഒരാൾ വരികയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം വാലിബൻ.